പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി കെ ജയൻ, ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളൊരു മഹായുദ്ധത്തിന്റെ നടുവിൽ നിൽക്കുക. ഈ യുദ്ധം നമ്മൾ ജയിച്ചു വരിക തന്നെ ചെയ്യും. ഈ 10 വർഷക്കാലത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിൽ നമ്മളൊരു പുതുയുഗ പിറവിക്ക് തുടക്കം കുറിക്കും. ഈ സർക്കാരിനെതിരായ കുറ്റപത്രം നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുക. കേരളത്തിലെ ജനങ്ങൾ അവരുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ഈ വർഗവഞ്ചകരെ വിചാരണ ചെയ്യുന്ന സുദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആ വിചാരണ പൂർത്തിയായി അവർ ശിക്ഷ വിധിക്കും ഏപ്രിൽ 9-ാം തീയതി. അവർ നമ്മുടെ കേരളത്തെ തകർത്തു തരിപ്പണമാക്കി, കുട്ടിച്ചോറാക്കി. കേരളത്തെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥ ചവിട്ടിത്താഴ്ത്തി. ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിലാക്കി. ഉന്നത വിദ്യാഭ്യാസ രംഗം കുളമാക്കി. കാർഷിക രംഗം തകർന്നു. മലയോരത്ത് സങ്കടങ്ങളാണ്. തീരപ്രദേശത്ത് വറുതിയാണ്. പട്ടികജാതി പട്ടിക വർഗ വിദ്യാർത്ഥികളുടെ ഗ്രാൻസ് പോലും കൊടുക്കാൻ മടിക്കുന്ന സർക്കാരാണിത്. ക്ഷേമനിധികൾ തകർന്നു. എല്ലാം 1 ലക്ഷം കോടിയാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്കും കൂടി കൊടുക്കാനുള്ളത്. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണം കട്ടെടുത്ത 3 CPM നേതാക്കന്മാർ ജയിലിലായിരുന്നു. സ്വർണം മാത്രമല്ല, അയ്യപ്പന്റെ ശ്രീകോവിലിന് മുന്നിലുള്ള അതിമനോഹരമായ ദ്വാരപാലക ശില്പം CPM നേതാക്കൾ കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റ് കോടികൾ വാങ്ങിച്ചു. ഈ കോടതിയാണ് പറഞ്ഞത്. ഈ കള്ളന്മാര് ചെയ്തെന്താണെന്നറിയാമോ? എന്നിട്ടൊരു വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെമ്പില് അത് കൊണ്ടുപോയി ശബരിമലയിൽ വെച്ച്. അത്ര വലിയ കള്ളന്മാരാ. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച ഈ ജയിലിൽ കിടന്ന ഒരു നേതാവിനെതിരായും ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കാത്ത, അതിന് ില്ലാത്ത പാർട്ടിയാണ് CPM. അയ്യപ്പന്റെ സ്വർണ്ണ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗവും സംസ്ഥാന കമ്മിറ്റിയാണ്. നാണമുണ്ടോ ഈ പാർട്ടിക്ക്? അതെ, അവരെ തേടിയാണ്. എന്റെ കാര്യം, അവർക്കെതിരായി നടപടിയെടുത്താൽ അവര് വേറെ ചില ആളുകളുടെ പേര് പറയും. ഇപ്പൊ സ്റ്റേറ്റുകാരിലൊക്കെ നടന്നിരുന്ന പലരും ജയിലിൽ പോവും. എന്തൊരു പാർട്ടിയാണിത്? അവരെവിടെയാണ് കക്കാത്തത്? എന്നിട്ടോ എന്നെ മുഖ്യമന്ത്രി സംവാദത്തിന് വിളിച്ചു. ഞാൻ ത്രില്ലടിച്ചു. ഞാൻ 15 മിനിറ്റിനകം അദ്ദേഹത്തെ അറിയിച്ചു. സന്തോഷമുണ്ട്. അദ്ദേഹം പറയുന്ന സ്ഥലത്ത്, അദ്ദേഹം പറയുന്ന സമയത്ത്, അദ്ദേഹം നിർദ്ദേശിക്കുന്ന വിഷയങ്ങളിൽ സംവാദം നടത്താനെന്ന് പറഞ്ഞു. സത്യന്റെ ജയന്റെ ഞാൻ ഒന്നും ഉറങ്ങിയിട്ടില്ല. രാത്രി ആകെ ആവേശത്തിലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം കാലുമാറി. അതിന് ഒരു ഫേസ്ബുക്കിലാകാം. നേരിട്ട് സംവാദം നടത്തിയ ഞാനിപ്പോ ഇവിടെ ഇദ്ദേഹത്തോട് അംസക്കേട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പറയണ്ടേ? ഇങ്ങോട്ട് പറയണ്ടേ? അദ്ദേഹം എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയണ്ടേ? ഫേസ്ബുക്കിലാകുമ്പോ ഇത് കേൾക്കാത്ത മട്ടും പോവാലോ. കുറെ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവര് കള്ളന്മാരും നുണയന്മാരും പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നവരുമാണ്. ഇപ്പൊ കേരളം മുഴുവൻ 10,000-കണക്കിന് ബോർഡ് വെച്ചിരിക്കുക. നമ്മുടെ കാശാണ്. നികുതി കൊടുത്ത കാശ് PRD കൊടുത്തിട്ട് PRDയെ കൊണ്ട് വെപ്പിച്ച് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോ അതിലേക്ക് മാറ്റിയതാ. അതിന് ഞാൻ കണ്ടു, ഞങ്ങൾ 5 ലക്ഷം വീടുണ്ടാക്കി ലൈഫ് പദ്ധതി. അത് നമ്മൾ ചോദിച്ചു എത്ര കൊല്ലം കൊണ്ടാ? 10 കൊല്ലം കൊണ്ട്. ഇനി നിങ്ങൾ കേട്ടോളാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഞങ്ങൾ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് 5 കൊല്ലം കൊണ്ട് 4,43,000 വീട് വെച്ചു. പൂർത്തിയാക്കി. 50,000 വീടിന് പണി തുടങ്ങി. ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ പണി തുടങ്ങി 50,000 വീട് കൂടി അവരുടെ കൂട്ടത്തിൽ കൂട്ടി. അപ്പൊ ശരിക്കും അവർക്ക് 4.5 ലക്ഷം ഉള്ളൂ. മനസ്സിലായോ? അവര് 10 കൊല്ലം കൊണ്ട് പണിതത് 4.5 ലക്ഷം.
നമ്മൾ 5 കൊല്ലം കൊണ്ട് പണിതത് 5 ലക്ഷം. എങ്ങനെയുണ്ട്? അപ്പൊ പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4000 വീടേ വെച്ചുള്ളത്. ആ ഓഫീസിൽ പുള്ളിക്കിട്ട് പണി കൊടുക്കാൻ ആരും ഉണ്ട് അവിടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. കാരണം നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ ഇത് ഡാറ്റ വെച്ചിട്ടാ പറയണമെന്ന് അവിടെ ഇരിക്കുന്നവന് ബോധം ഉണ്ടാവുമല്ലോ. ആരും ഉണ്ട്, നമ്മുടെ ആരെങ്കിലും ഞാനൊക്കെ പറഞ്ഞു വിട്ടേക്കണോ എല്ലാവരും ആളാന്ന് സംശയമുണ്ട്, കുഴപ്പക്കാരൻ ആരും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പിണറായി വിജയന്റെ 1ാം മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന AK ബാലന്റെയും KT ജലീലിന്റെയും മന്ത്രിമാരായിരുന്നപ്പോൾ നിയമസഭയിൽ നൽകിയ ഉത്തരവുണ്ട്. അതിനേക്കാളും വലിയ തെളിവില്ലല്ലോ. എന്താണ് ഉത്തരം? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4,43,000 വീട് വെച്ചു എന്നാണ് കണക്ക്. അപ്പൊ തീർന്നില്ലേ? പിന്നെ പിണറായി വിജയനെ പിടികിട്ടിട്ടില്ല, ഒറ്റ പോക്കാണ്. പിന്നെ വീടിന്റെ കാര്യം ഇന്നവരെ പറഞ്ഞു. അപ്പൊ തീർന്നല്ല. ആരാ പച്ചക്കള്ളം പറഞ്ഞത്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 5 ലക്ഷത്തോളം വീട് വെച്ചപ്പോൾ അത് 4000 മാത്രമാണ് എന്ന് പച്ചക്കള്ളം പറഞ്ഞ പിണറായി വിജയൻ ഇനി ഒരു വലിയ നുണയോടി പറഞ്ഞു. എന്താണെന്നറിയാം? 18 മാസത്തെ പെൻഷൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അരിയസായി, കുടിശ്ശികയായി. അപ്പൊ നമ്മൾ മറുപടി കൊടുത്തു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഉടനെ തോമസ് ഐസക് ഒരു ധവളപത്രം ഇറക്കി, സാമ്പത്തിക സ്ഥിതി. അത് ക്യാബിനറ്റ് അംഗീകരിച്ച്, ഇയാൾ വായിച്ചിട്ടില്ലേ ക്യാബിനറ്റ് അംഗീകരിച്ചത്? അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാം? ആകെ 3 മാസം മാത്രമേ പെൻഷൻ തടസ്സപ്പെട്ടിട്ടുള്ളൂ. അതൊരു സാങ്കേതിക തകരാറാണ്. അത് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിന്റെ സാങ്കേതിക തകരാറ് മാത്രം, പണം ഇല്ലാഞ്ഞിട്ടല്ല. അപ്പൊ 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ മുടങ്ങി എന്നുള്ള ഈ ക്യാപ്സ്യൂൾ ആരാ നുണയുണ്ടാക്കിയത്? പിണറായി വിജയൻ. പച്ചക്കള്ളം. ഇനി ഓരോ കള്ളം ഞാൻ പറഞ്ഞേ. നമുക്ക് വെൽഫെയർ പാർട്ടി പിന്തുണ നൽകി. പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചു. എന്താ പറഞ്ഞത്? വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോ? അപ്പൊ ഞാൻ ചോദിച്ചിടൂ, ഇവരുടെ മാതൃസംഘടനയായ ജമാഅത്ത് ഇസ്ലാമി 4 പതിറ്റാണ്ടായി നിങ്ങളുടെ കൂടെ അല്ലായിരുന്നു. അപ്പൊ അവര് മതേതര പാർട്ടി, നമ്മുടെ കൂടെ വന്നപ്പോ വർഗീയ പാർട്ടി. അപ്പൊ ഉടനെ പിണറായിയുടെ വേറൊരു പച്ചക്കള്ളമാണ്, ജമാഅത്ത് ഇസ്ലാമിയുമായി ഒരു കാലത്ത് ഒരു ബന്ധവും ഞങ്ങൾക്ക് ഉണ്ടായില്ല. കൊള്ളാം. അപ്പൊ ഞാൻ അന്ന് തന്നെ ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴുള്ള വീഡിയോ ക്ലിപ്പ്, ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു മതേതര പ്രസ്ഥാനമാണ്, അതൊരു വലിയ സംഭവമാണ്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയലും ഇതിനെ പിന്തുണച്ചുകൊണ്ട്. അപ്പൊ ആരാ കള്ളം പറഞ്ഞത്? തെളിവാണ് കൊടുത്തത് പിണറായി വിജയൻ. അതാണ് ഞാൻ നുണറായി എന്ന് പേരിട്ടത്. പിണറായി വിജയനല്ല, നുണറായി വിജയനാണ്. നുണ മാത്രമേ പറയുള്ളൂ ഇപ്പൊ കുറെ നാളായി. പിന്നെ ഒരു ദിവസം രാവിലെ RSSുമായി, ഞാൻ പറഞ്ഞ ഡീലാണെന്ന് പറഞ്ഞത്, RSSുമായി ഒരു കാലത്തും ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് കള്ളം പറയാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നമുക്ക് കള്ളം പറയാൻ പറ്റില്ലല്ലോ. മനോരമയുടെ ന്യൂസ് എഡിറ്റർ ജോണി ലൂക്കോസുമായി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തിയ അഭിമുഖം, ഇന്റർവ്യൂ. അതിൽ പിണറായി പറയാണ്, ഇന്ത്യയിൽ എല്ലാം ഉണ്ട്, ചില കാലത്ത് RSSുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്, ചില കാലത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് അവസരവാദം എന്ന് പറയുന്നത്. അപ്പൊ ചില കാലത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. 1977 പഴയ ജനസംഘം BJPയുടെ RSSന്റെ പിന്തുണയോടുകൂടി നിയമസഭയിലേക്ക് ജയിച്ചു വന്ന ആളാണ് പിണറായി വിജയൻ. ഞാൻ നിയമസഭയിൽ ചോദിച്ചു, നേരിട്ട് ഇപ്പുറത്തിരിക്കാനുള്ള, നിങ്ങൾ മുഖ്യമന്ത്രിയായ ശേഷം 1ാം നമ്പർ കാർ ഉപേക്ഷിച്ച് വേറൊരു കാറിൽ കയറി തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വന്ന് ശ്രീ M എന്ന് പറയുന്ന ഒരു ആത്മീയ നേതാവിന്റെ മധ്യസ്ഥതയിൽ അടച്ചിട്ട മുറിയിൽ RSS നേതാക്കളുമായി നിങ്ങൾ ചർച്ച നടത്തിയില്ലേ? മിണ്ടാട്ടുമില്ല, താഴേക്ക് നോക്കിയിരുന്നു, മറുപടിയില്ല. നടത്തി ചർച്ച. നിങ്ങൾ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി ഡീൽ ഉറപ്പിക്കാൻ RSS നേതാവ് ഹൊസബളയുടെ അടുത്തേക്ക് ADGP അജിത് കുമാർ അയച്ചില്ലേ? മിണ്ടാട്ടോ ഇല്ല. വേറൊരു സാധനം കൂടി നമ്മളിപ്പോ ഇറക്കി, അത് CPM-കാരുടെ കയ്യിൽ പോലും കാണില്ല. 1977 മാർച്ച് 4-ാം തീയതിയിലത്തെ ദേശാഭിമാനി പത്രം, ദേശാഭിമാനി പോലും കാണില്ല, എന്റെ ഉണ്ട്. എന്താ എഴുതിയേക്കുന്നത്? ഈ കള്ളന്മാരെ നമുക്ക് പിടിക്കണ്ടേ?
എന്താണ് ലേഖനം? പഴയ BJP-യുടെ മുൻപ് ജനസംഘം ഒരു മതേതര പ്രസ്ഥാനമാണ്. ഈ കള്ളന്മാർ എഴുതി വെച്ചേക്കാം. അവര് വർഗീയ പാർട്ടി അല്ല, അവർ ന്യൂനപക്ഷങ്ങൾക്ക് എതിരുമല്ല. എന്നിട്ട് പറയുന്നത് ഈ കോൺഗ്രസ്സുകാരാണ് അവരെ വർഗീയ പാർട്ടിയെന്നും ന്യൂനപക്ഷ വിരുദ്ധരെന്നും പറയുന്നത്. എന്റെ കയ്യിലുണ്ട് പിണറായി വിജയൻ. അത് നിങ്ങൾ പണ്ട് പറഞ്ഞത്, നിങ്ങളുടെ ദേശാഭിമാനി പറഞ്ഞത്. അപ്പൊ ഇവരന്ന് ജനയുഗത്തിന് വൈറ്റ് വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ജനസംഘത്തിന് വൈറ്റ് വാഷ് ചെയ്ത് കൊടുത്ത പാർട്ടിയാ. ഇപ്പൊ എന്താ പറയുന്നത്? 4 വോട്ടിന് വേണ്ടി ഒരു രാഷ്ട്രീയ ചരിത്രവും കാണിക്കില്ലെന്ന്. അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ SDPI ഉണ്ട്, PDP ഉണ്ട്, RSS ഉണ്ട്. ആരുമായിട്ട് കൂട്ടുകൂടും. രാഷ്ട്രീയ ചരിത്രത്തിൽ ഒന്നും പറഞ്ഞില്ലേ. ഇതൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് മലയാള ഭാഷാ പണ്ഡിതനുള്ള അവാർഡ് കൊടുക്കണമെന്നാണ് എന്റെ ശുപാർശ. എന്റെ കാര്യം എന്നറിയാം, ഈ സമീപകാലത്തായി മലയാള ഭാഷയ്ക്ക് എത്ര മനോഹരമായ പദങ്ങളാണ് അദ്ദേഹം സംഭാവന ചെയ്തത്. നിങ്ങളുടെ താമരശ്ശേരി ബിഷപ്പിനെ എന്താ വിളിച്ചത്? നികൃഷ്ട ജീവി. നല്ല വാക്കന്നെ. 52 വെട്ടുവെട്ടി കൊല്ലുന്നതിന് മുമ്പ് ചന്ദ്രശേഖരനെ വിളിച്ചതെന്താ? കുലംകുത്തി. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനായ NK പ്രേമേന്ദ്രനെ വിളിച്ചതെന്താ? പരനാറി. നല്ല വാക്കല്ലേ മലയാളത്തില്. 50 കൊല്ലം കൂടെ നടന്ന കമ്മ്യൂണിസ്റ്റായ സുധാകരനെ വിളിച്ചതെന്താ? പരമചെറ്റ. മുഖ്യമന്ത്രിയാണ് വിളിക്കുന്ന ഈ വാക്കുകൾ. പിള്ളേര് കേട്ട് പഠിക്കും. ഇതൊക്കെ ഇത് വലിയ വാക്കാന്ന് വിചാരിച്ചു. കൂടെയുള്ള കുറെ ആളുണ്ട്, വിദൂഷകന്മാർ. A വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന് പറയാണ്, മുഖ്യമന്ത്രിയുടെ ഈ ചെറ്റപ്രയോഗം എത്ര ചാരുതയാർന്ന പ്രയോഗം, മനോഹരം. ഞാൻ പഴയ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരെ ഓർത്തുപോയി. ഈ ആള് ഈ പാവത്തിന് കാരണഭൂതനാണ്, മറ്റേ ആളാണ് മറിച്ചയാളാണെന്നൊക്കെ സ്തുതിഗീതം ചൊല്ലി നശിപ്പിച്ചവരെല്ലാം കൂടി. എന്നിട്ട് ഇപ്പൊ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു വിറ്റുണ്ട് പിണറായി വിജയൻ. 2013 ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലാണ്. അപ്പൊ ഒരു സംഭവം ഉണ്ടായി. സംഭവം ഞാൻ പറയില്ല, പിള്ളേരൊക്കെ ഉണ്ട്, അറിയാൻ കൊള്ളൂല. അപ്പോ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു, ഗണേഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കണം മന്ത്രിസഭയിൽ. അപ്പൊ ഉമ്മൻചാണ്ടി ആയതുകൊണ്ട് ചവിട്ടിയൊന്നും പുറത്താക്കില്ലല്ലോ, വിളിച്ചു വരുത്തി രാജിക്കത്തെ എഴുതി പൊക്കോളാൻ പറഞ്ഞു. ആ ചവിട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞ ഗണേശൻ ഇപ്പൊ ഇയാളുടെ മന്ത്രിസഭയിൽ അംഗമാണ് പിണറായി വിജയന്റെ. എങ്ങനെയുണ്ട്? അപ്പൊ അതിനേക്കാൾ വലിയൊരു സംഭവം ഈ കഴിഞ്ഞ മാസം ഉണ്ടായി. ഈ കൊച്ചുങ്ങൾ നിൽക്കണ കാരണം ഞാൻ ഒട്ടും പറയില്ല, അത് പറയാൻ കൊള്ളൂല. അപ്പൊ ഞാൻ രാവിലെ വിചാരിച്ചു, രാവിലെ ആയിരിക്കും പിണറായി വിജയൻ ഗണേഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കാൻ പോണേ. ഞാൻ രാവിലെ കണ്ണു തിരുമ്മി വന്നപ്പോ പിണറായി വിജയൻ പറയാം അത് കുടുംബ പ്രശ്നം. അപ്പൊ ഇയാളെ ഇരട്ട ചങ്കണ്ണാണോ വിളിക്കുന്നത്? ഇരട്ടത്താപ്പ് നടത്തുന്ന ഇയാളെ ഇരട്ടത്താപ്പെന്നാണോ വിളിക്കുന്നത്? ആരാണോ കള്ളം പറയുന്നത്? ആരോ നുണ പറയുന്നത്? അതിനേക്കാൾ ഒരു വലിയ മുതലുണ്ട്, ഗോവിന്ദൻ. ഭയങ്കര ഗോവിന്ദനാ. ഗോവിന്ദൻ രാവിലെ തുടങ്ങുന്നോണ. ഗോവിന്ദന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേ, നമ്മുടെ നവീൻ ബാബു എന്ന് പറയുന്ന ADM ആത്മഹത്യ ചെയ്തു, അറിയാലോ. PP ദിവ്യ എന്ന് പറയുന്ന വനിതാ നേതാവ് അദ്ദേഹത്തെ അപമാനിച്ചു. അതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു. PP ദിവ്യ ജയിലിൽ പോയി. നവീൻ ബാബുവിന്റെ കുടുംബം അനാഥമായി. അപ്പൊ നമ്മുടെ ഗോവിന്ദൻ, അതാണ് നിങ്ങൾ അറിയേണ്ടത്, ഗോവിന്ദൻ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി പത്തനംതിട്ട. ഭാര്യയെയും മക്കളെയും ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ വരെ കണ്ണു നിറഞ്ഞു പോയി അത് കണ്ടിട്ട്. പക്ഷെ അടുത്ത ദിവസം PP ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുവാണ്, ഇതിലെ പ്രതി. അപ്പൊ ഗോവിന്ദൻ എന്ത് ചെയ്യുന്നറിയോ? ഭാര്യ വിട്ടു, ശ്യാമള എന്ന് രക്തഹാരം കാട്ടി PP ദിവ്യ. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു കൂടെ. എന്താണോ തൊലിക്കെട്ടി. നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി ഭർത്താവ് പറയാണ് ഞങ്ങളുണ്ട് കൂടെ. അവരെ കൊന്ന PP ദിവ്യയുടെ അടുത്ത് പോയി ഭാര്യ രക്തഹാരം അണിയിച്ചിട്ടുണ്ട്, ഞങ്ങളുണ്ട് കൂടെ. ഇതാണ് CPM. ഇതാണ് CPM. അവരുടെ പോയി മുഖം ഞങ്ങൾ വലിച്ചു കീറും. അവര് കള്ളം പറഞ്ഞിരിക്കുന്നതിന്റെ കുഴി തോണ്ടിയെടുക്കും മുഴുവൻ. ആരാണ് കള്ളം പറയുന്നത്? അപ്പൊ അത് കഴിഞ്ഞ പ്രതിപക്ഷം വികസനം ചർച്ച ചെയ്യുന്നില്ല. ഞാൻ പറയും പോരട്ടെ, ഏതൊക്കെ വികസന പ്രവർത്തനമാണ് നടത്തിയത്? അപ്പൊ ആദ്യത്തെ വികസനം എന്താണെന്നറിയാം? ഞങ്ങൾ വിഴിഞ്ഞം തുറമുഖം നടപ്പാക്കി. ആര്? പിണറായി വിജയൻ.
ഉമ്മൻചാണ്ടി എല്ലാ അനുമതിയും മേടിച്ച് എഗ്രിമെന്റ് വെച്ച് കല്ലിട്ട് സ്ഥലം അക്വയർ ചെയ്ത് പണി തുടങ്ങി കൗണ്ട് ഡൗൺ തുടങ്ങി. അപ്പൊ ഈ പിണറായി വിജയൻ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ്, ഇത് വേണ്ട. അന്നത്തെ ദേശാഭിമാനി എന്റെ അടുത്തുണ്ട്. എന്താണെന്നറിയോ? കടൽ കൊള്ള. കടൽ കൊള്ള എന്ന് പറഞ്ഞത് തട്ടിപ്പാണ്, ഇത് വേണ്ട എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇത് പൂർത്തിയാക്കിയപ്പോ പറയാണ്, ഇത് ഞാൻ പൂർത്തിയാക്കി. വെറുതെ അല്ല. വൈക്കം മുഹമ്മദ് ബഷീർ, എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തില്ല. ഞാൻ ബഷീർ സാഹിബിനെ നമിക്കുക. പിള്ളേർക്ക് അറിയില്ല എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവം എന്താ പറയുക? ആ ഗ്രാമത്തിൽ എന്ത് നടന്നാലും അദ്ദേഹം പറയും അതിന്റെ പിതൃത്വം എനിക്കാന്ന് പറയും, അത് ചെയ്താൽ ഞാനാണെന്ന് പറയും. അതൊരു പ്രത്യേക സ്വഭാവം. അപ്പൊ ഈ ചെറുപ്പക്കാരെല്ലാം കൂടി ഇയാളെ പറ്റിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഒരു ദിവസം ഒരു വാർത്ത ഗ്രാമം മുഴുവൻ പരന്നു. എന്താണ് വാർത്ത പരന്നത്? മനക്കലെ പാറുക്കുട്ടി പ്രസവിച്ചത്. അപ്പോഴേക്കും മമ്മൂഞ്ഞ് ഓടി വന്നു. പാറുക്കുട്ടി പ്രസവിച്ചെങ്കിൽ ആ കൊച്ചിന്റെ തന്ത ഞാനാണെന്ന്. ആര്? മമ്മൂഞ്ഞ് അത് വിടൂല, വേറെ ആർക്കും കൊടുക്കൂല. പക്ഷെ മമ്മൂഞ്ഞിന് അറിയില്ലായിരുന്നു മനക്കലെ പാറുക്കുട്ടി ഒരു പിടിയാലയായിരുന്നെന്നും. പിടിയാല പ്രസവിച്ചത് ആനക്കുട്ടിയാണ്. ആ മമ്മൂഞ്ഞിന് പറ്റിയ അനുഭവം പിണറായി വിജയന് പറ്റാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാം. ഞാൻ ചോദിച്ചു, രണ്ടാമത്തെ സാധനം കൊണ്ട് പോരട്ടെ എന്ന്. വികസനം 10 കൊല്ലത്തിനിടയിൽ. അപ്പൊ എന്താ പറഞ്ഞത്? ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ ഗ്യാസ് കൊണ്ടുള്ള ലൈനാണ്. പൈപ്പ് ലൈൻ ഇടുമ്പോ CPM സമരം വരുന്നു. ഒരു നേതാവ് എറണാകുളത്ത് വന്ന് പ്രസംഗിച്ചതിന്റെ റെക്കോർഡ് എന്റെ അടുത്തുണ്ട്. നമ്മുടെ അടുത്ത് എല്ലാ സാധനവും ഉണ്ട്. എന്താ പ്രസംഗിക്കുന്നത്? ഇത് അപകടമാണ്. ഗ്യാസേ, ഭൂമിക്കടിയിലൂടെ ഇത് പോകുന്നത് അപകടമാണ്. ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ്, ഇത് പൊട്ടിത്തെറിക്കും. അങ്ങനെ പറഞ്ഞ ആൾ ആരാന്നറിയാമോ? ഇപ്പോഴത്തെ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരിക്കുന്ന P. രാജീവ്. എന്നിട്ട് നാണമില്ലാതെ പറയാണ് ഇത് ഞങ്ങൾ പൂർത്തിയാക്കിയെന്ന് ഗെയിൽ പൈപ്പിലെ. ഇതാണ് ഇവരുടെ പൊള്ളത്തരം, ഇതാണ് ഇവരുടെ മുഖം മൂടി. നമ്മൾ ഇതെല്ലാം അവസാനിപ്പിച്ചു. നമുക്ക് ഒരു നല്ല നാളെ ഉണ്ടാകും കേരളത്തിൽ. എന്താ രാഹുൽ ഗാന്ധിയുടെ ഗ്യാരണ്ടി? ആദ്യം 5 ഗ്യാരണ്ടി. കേരളത്തിലെ സ്ത്രീകൾ KSRTC ബസ്സിൽ സൗജന്യ യാത്ര ചെയ്യും. ഇനി എന്താ സ്ഥിതി? ഗ്യാങ്ങായിട്ട് ടൂർ പോവാം, തീർത്ഥാടനത്തിന് പോവാം. KSRTCയിൽ UDF സർക്കാരിന്റെ അതിഥികളായി സ്ത്രീകൾ യാത്ര ചെയ്യും. കോളേജിൽ പഠിക്കുന്നവർക്ക്, പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം. അടിച്ചു മിടുക്കികളായി കേരളത്തിന്റെ അഭിമാനമായി മാറണം കുട്ടികൾ. ചെറുപ്പക്കാർക്ക് 5 ലക്ഷം രൂപ പലിശയില്ലാത്ത വായ്പ സംരംഭം തുടങ്ങാം. ചികിത്സാ ചെലവ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ. അത് 3-1 കുറയ്ക്കാൻ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഇൻഷുറൻസ് പദ്ധതി നടത്തും. വയോജനങ്ങളെ ചേർത്ത് നിർത്താൻ നിരവധി പദ്ധതികളുമായി വയോജന വകുപ്പ് രൂപീകരിക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയിൽ നിന്ന് 3000 രൂപയാക്കും. പിന്നെ സ്വപ്ന പദ്ധതികളുണ്ട്. 2 അന്താരാഷ്ട്ര തുറമുഖം, കണ്ടെയ്നർ ടെർമിനൽ, 600 കിലോമീറ്റർ കടൽ, 17 മിനി തുറമുഖങ്ങൾ സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിച്ച് കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ സംയോജിപ്പിച്ച് 27 വ്യോമയാന പ്രോജക്ടുകൾ വരും. ചെറുപ്പക്കാർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ 1000 സംരംഭങ്ങൾ ഷോക്കേസ് ചെയ്യും. അവർക്ക് ടെക്നോ മെന്ററിനെ കൊടുക്കും, മാനേജ്മെന്റ് മെന്ററിനെ കൊടുക്കും, റിവോൾവിംഗ് ഫണ്ട് കൊടുക്കും, പലിശ കുറച്ച്. 10,000 സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങും. നമ്മൾ ഈ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന ഈ കേരളത്തിൽ നല്ല സൗഹാർദ്ദത്തോടെ നല്ല തൊഴിൽ കിട്ടി, നല്ല ജോലി കിട്ടി, നല്ല വിദ്യാഭ്യാസം കിട്ടി, നല്ല സംരംഭങ്ങൾ തുടങ്ങി നമ്മുടെ ജീവിത നിലവാരം ഉയർത്തും UDF. അതാണ് UDFന്റെ വാക്ക്. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ടീം UDF. ഇപ്പൊ കുറെ സർവേ ഇറങ്ങിയിട്ടുണ്ട്. സർവേ ഭയങ്കര സർവേ ആയിരുന്നു ഇവന്മാര് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ. K. സുധാകരൻ തോപ്പെന്ന് പറഞ്ഞു 1 ലക്ഷം വോട്ടിന് ജയിച്ചു. തോറ്റു പോകുന്നു 1.25 ലക്ഷം വോട്ടിന് ജയിച്ചു. VK ശ്രീകണ്ഠ 3ാം സ്ഥാനത്ത് പോകുന്നു 85,000 വോട്ടിന് ജയിച്ച ശ്രീകണ്ഠ പാർലമെന്റിൽ ഇരിക്കുക. 2019 ഞങ്ങൾ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പി എറണാകുളത്ത്. P. രാജീവ് ജയിക്കും, ഹൈബീഡൻ തോക്കുന്നു. അന്ന് ഹൈബീഡൻ ജയിച്ച ഓട്ടത്തിന് എന്നറിയാം 1,60,60,000. പോയി മടക്കി വല്ല അറബിക്കടലിൽ നിങ്ങളുടെ സർവേ
കേരളത്തിലെ ജനങ്ങൾ ഈ സർവേയിലൊന്നും വിശ്വസിക്കുന്നില്ല. ജനങ്ങളുടെ സർവേ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. ആ സർവേയുടെ റിസൾട്ട് ഞാൻ പറയട്ടെ. ടീം UDF 100-ലധികം സീറ്റ് വാങ്ങി. അപ്പോൾ തിരുവനന്തപുരം നോർത്തിൽ കോഴിക്കോട് നോർത്തിൽ എന്റെ പ്രിയങ്കരനായ അനുജൻ, മികച്ച സംഘാടകൻ, സത്യസന്ധനായ പൊതുപ്രവർത്തകൻ, 24 മണിക്കൂറും നിങ്ങളുടെ കൂടെ ഉണ്ടാകാൻ പോകുന്ന MLA അഡ്വക്കേറ്റ് ജയന്തിനെ ഞാൻ വാക്ക് തരുന്നു. നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച MLA ആയിരിക്കും ശ്രീ ജയന്ത്. എന്റെ വാക്ക. ഇനി വിശ്രമമില്ല. കഠിനാധ്വാനം നടത്തി മുഴുവൻ തരംഗമാണ്, UDF തരംഗമാണ്. നിങ്ങൾ പോളിംഗ് ബൂത്തിൽ കൊണ്ടുവന്ന ആളുകളെ വോട്ട് ചെയ്യിപ്പിച്ചാൽ ജയിക്കും. 30 കൊല്ലം കിട്ടാത്ത കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പിടിച്ചില്ലേ? ഭൂരിപക്ഷം സീറ്റുകൾ ഈ ജില്ലയിൽ നമ്മൾ നേടിയെടുക്കും ഈ പ്രാവശ്യം. കോഴിക്കോട് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം UDF നേടും. ആ വിജയം സാധ്യമാക്കാൻ കഠിനാധ്വാനം നടത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ തുറന്ന വാഹനത്തിൽ നിറപ്പുഞ്ചിരിയും കൈകളുമായി